ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വൈകുന്നേരം ചായക്കൊപ്പം ചടപൊടിയെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കുക്കറിലേക്ക് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട കാര്യമാണ് ഉരുളക്കിഴങ്ങ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 6 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ചെറിയ ഉരുളക്കിഴങ്ങിൽ 6 എടുത്തിട്ടുള്ളത്. വലിയ ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ 3 മതിയാവും. എന്നിട്ടൊരു കത്തി കൊണ്ട് ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് വരഞ്ഞു കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ കുക്കറിൽ ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ വെടിച്ച് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് ചേർക്കാതെ തന്നെ ഏകദേശം ഒരു 3 വിസിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ 3 വിസിലും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാവുന്നതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഈ ഒരു സമയം തുറന്ന് നോക്കരുത്. ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് 2 പീസായിട്ടൊന്നും കട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു വിടുന്നത്. 2 പീസായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് വരഞ്ഞു വിട്ടാൽ മതിയാവും. നല്ലതുപോലെ സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ തൊലി കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഒരു ബൗളിലേക്ക് ഇതെല്ലാം ഒന്ന് എടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്താണ് മാറ്റിയിട്ടുള്ളത്. കൈ വെച്ചിട്ട് നല്ലതുപോലെ ഉടയ്ക്കുന്നതിനേക്കാളും നല്ലത് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നതാണ്. കൈ വെച്ച് ഉടയ്ക്കുമ്പോഴത്തേക്കും ചെറിയ ചെറിയ കട്ട ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനോടൊപ്പം പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത കാര്യമാണ്, ഒരു സവാളയുടെ പകുതി ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. വളരെ കുറച്ച് മതിയാവും. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടി. ഒരു 2 പച്ചമുളക് ഇതുപോലെ നല്ല തിന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ചേർക്കുകയാണ്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് വെളുത്തുള്ളി അല്ലിയും കൂടി. അത്യാവശ്യം വലിയ വെളുത്തുള്ളിയിൽ ഒരു 2 വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും ചേർക്കുകയാണ്. അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളൂ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 2.5 സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടി. നമ്മൾ ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അരിപ്പൊടി ചേർക്കാതെ തയ്യാറാക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ ഇത് എണ്ണ പിടിച്ചെടുക്കും. അപ്പോൾ എണ്ണ പിടിക്കാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. ഈ അരിപ്പൊടിക്ക് പകരം നമുക്കിതിലേക്ക് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കോൺഫ്ലോർ ചേർക്കുമ്പോഴത്തേക്കും ഒരു 1.5 സ്പൂൺ അളവിൽ അരിപ്പൊടിയും 1 സ്പൂൺ അളവിൽ കോൺഫ്ലോറും ചേർക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി. നമ്മുടെ ഈ പച്ചമുളകിന് പുറമെയാണ് നമ്മൾ ഈ കുരുമുളക് പൊടി ചേർക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പച്ചമുളകിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കണം കേട്ടോ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് എരിവായി പോകും. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്ത സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിൽ ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുകയാണ്. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ വേണം നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ മാവ് വരില്ലേ, അതുപോലെ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ വൈറ്റ് കളറിലായിരിക്കും നമുക്കുണ്ടാകുന്നത്. പക്ഷേ ടേസ്റ്റ് വന്നിട്ട് നമുക്ക് നമ്മുടെ ആ കുരുമുളകിൻ്റെയും ആ വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ സവാളയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റൊക്കെ ആയിരിക്കും ആ ഫ്രണ്ടിലുണ്ടാകുന്നത്. പച്ചമുളകിൻ്റെ എരിവും കറിവേപ്പിലയുടെ മണമൊക്കെ ആയിട്ട് ഭയങ്കര സൂപ്പറായിട്ടായിരിക്കും നമുക്ക് ഈ സ്നാക്ക് കിട്ടുന്നത്. ഇനി വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. കയ്യിലേക്ക് ഒരു അല്പം എണ്ണ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് വേണം ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് റോൾ ചെയ്യാനായിട്ട്. ഇതുപോലെ ഒരല്പം ചെറിയൊരു പീസ് ഒന്ന് കയ്യിലേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോളിൻ്റെ ഷേപ്പിലൊന്ന് റോൾ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു സിലിണ്ടർ ഷേപ്പിലോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ.
ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു ഷേപ്പിനാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഒരുപാട് ഇങ്ങനെ നീളത്തിന് നമ്മളിത് എടുക്കാൻ വേണ്ടി നിൽക്കണ്ട, എങ്കിൽ പിന്നെ ചിലപ്പോൾ ഇങ്ങനെ ഒടിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ് ഇതുപോലെ ഈ ഒരു കനത്തിൽ തന്നെ നമ്മൾ ബോളിൻ്റെ ഷേപ്പിലിടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കനത്തിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും പെട്ടെന്ന് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് റോൾ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് ഒന്ന് റോൾ ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട്. ആ എണ്ണയെല്ലാം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് അല്പം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിതുപോലെ എല്ലാം ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി പാടില്ല. ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി. നന്നായിട്ട് ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോകും. കാരണം ഇപ്പോൾ നല്ല സോഫ്റ്റാണ്. അതിൻ്റെ പേരിൽ ഒരു 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ കഴിഞ്ഞതിന് ശേഷം മാത്രം ചെറുതായിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകണം അങ്ങനെയുള്ള ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ പേരിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് കളറിൽ വേണമെങ്കിൽ നമുക്ക് മുറിച്ചെടുക്കാം. നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതുപോലെ ഇച്ചിരി സോഫ്റ്റ് ആയതിനു ശേഷം എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇച്ചിരി നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് നല്ല കളറായതിനു ശേഷം എടുക്കാവുന്നതാണ്. ഫ്ലെയിം നമ്മൾ ഒരുപാട് കുറച്ച് വെക്കാൻ വേണ്ടി നിൽക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഫ്ലെയിം കുറഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരുപാടുള്ളതിൻ്റെ പേരിൽ നമ്മളിപ്പോൾ എല്ലാ ബോൾസും ഇട്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ പേരിൽ എണ്ണയുടെ ചൂട് പെട്ടെന്ന് അങ്ങ് പോകും. അതിൻ്റെ പേരിൽ മീഡിയം ഫ്ലെയിമിൽ നിന്ന് അത് മാറ്റാതെ തന്നെ നമ്മളെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം എല്ലാം നന്നായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതി ആകുമ്പോഴത്തേക്കും നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ പുറം ഭാഗത്ത് ഇച്ചിരി നല്ല ക്രിസ്പിനെസ്സും അകം നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സമയം തന്നെ ഞാൻ എടുക്കുകയാണ്. നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് എടുക്കുന്നില്ല. ഒരുപാട് ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആക്കുന്നത് വരെ നമുക്ക് ഇട്ടിരിക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് പരുവം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിത് എടുക്കാം. നമ്മൾ മാവെല്ലാം കുഴച്ചെടുത്ത സമയത്ത് ഉണ്ടായിരുന്നത് പോലെയല്ല ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു രീതിക്കായിരിക്കും ഉണ്ടാകുന്നത് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇത് എന്തുമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കായിരിക്കും എന്ന്. ഇത് വെറുതെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ സൈഡ് ഡിഷ് എന്തെങ്കിലുമൊക്കെ വേണം തോന്നുന്നെങ്കിൽ ഒരു ടൊമാറ്റോ സോസ് മാത്രം മതിയാവും. ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കണ്ട് നോക്കിയേക്കണം. നല്ല ചൂട് ചായക്കൊപ്പം ഇതുപോലെ ഒരു പൊട്ടറ്റോ സ്നാക്കെല്ലാം വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കഴിച്ച് നോക്കണം. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവുന്നതായിരിക്കും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.